ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാവിലെ ക്ഷീണത്തോടുകൂടി ബെഡിലിരിക്കുന്ന വിനീതിന്റെ അരികിലേക്ക് വന്ന് രാധമ്മ ചോദിക്കുന്നു, ഇന്നലെ രാത്രി ഉറങ്ങിയോടാ നീ? ഉറങ്ങി രാധമ്മ വിനീത് പറയുമ്പോൾ രാധമ്മ ചോദിക്കാണ്, ഉറങ്ങിയെന്നോ? വിനീത് പറയുകയാണ്, ആ ഉറങ്ങി. ഗംഗയുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതിന് ശേഷം ഒറ്റ രാത്രി ഉറങ്ങിയിട്ടില്ല. അമ്മ എന്തെങ്കിലും പറയുമോ? കല്യാണത്തിന്റെ അന്ന് തടസ്സം ഉണ്ടാകുമോ? ഇതൊക്കെയായിരുന്നു ടെൻഷൻ. എല്ലാം ഇന്നലെ കൊണ്ട് തീർന്നു. അതുകൊണ്ട് സമാധാനമായിട്ട് ഉറങ്ങി. രാധമ്മ ചോദിക്കുന്നു, ഗംഗയ്ക്ക് നിന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് പിണക്കമെന്ന് വിനീത് പറയുമ്പോൾ രാധമ്മ പറയുകയാണ്, അത് വിട്, നിനക്ക് സന്തോഷമാണല്ലോ അല്ലേ? അപ്പൊ വിനീത് പറയുകയാണ്, സന്തോഷമാണോന്നോ? ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല രാധമ്മേ. ഞാനിപ്പോഴേ ഒരു സ്വർഗ്ഗലോകത്തിരിക്കുന്നത് പോലെയാ. ഗംഗയുമായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ രാധമ്മ പറയുകയാണ്, ഗംഗയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ എനിക്ക് 2 പവന്റെ മാല വാങ്ങി തരാമെന്ന് ആരോ ഓഫർ ചെയ്തിരുന്നു. തോളിൽ കൈവച്ച് വിനീത് പറയുകയാണ്, ഓർമ്മയുണ്ട് രാധമ്മേ, കല്യാണം നടത്തി കയ്യിലുള്ള കാശെല്ലാം തീർന്നു. ഉറപ്പായിട്ട് ഞാൻ വാങ്ങിച്ചു തരും. അപ്പൊ രാധമ്മ പറയുന്നു, പതിയെ മതിയടാ, നിന്റെ കയ്യിൽ ഉണ്ടാകുന്നത് പോലെ മതി. രാധമ്മേ, അമ്മയുടെ കാര്യമെന്ന് വിനീത് ചോദിക്കുമ്പോൾ രാധമ്മ പറയുകയാണ്, അവളിപ്പം തിളച്ചു നിൽക്കുകയല്ലേടാ, കുറച്ച് നാറട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. നിനക്കറിയില്ലടാ നിന്റെ അമ്മയെ. ദേ പിന്നെ പിടക്കോഴി അടയിരിക്കുന്നത് പോലെ ഈ മുറിക്കകത്ത് തന്നെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങടാ. വീടിന്റെ ഉമ്മറത്ത് കസേരയിട്ടിരുന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയടാ, നീ ആ ഈ വീടിന്റെ ഗ്രഹനാഥനെന്ന്. അങ്ങനെ രാധമ്മ അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് വിനീത്. തുടർന്ന് കുളി കഴിഞ്ഞ് ശാരദയുടെ അരികിലേക്ക് വരികയാണ് ഗംഗ. ചെടി നടുന്ന ശാരദ ചോദിക്കുന്നു, നീ കുളിച്ചോ? ആ ഡ്രസ്സിലൊന്നും മണ്ണ് പറ്റിക്കണ്ട, മാറി നിൽക്ക്, ഞാൻ ചെയ്യാം അമ്മേന്ന് ഗംഗ പറയുമ്പോൾ ശാരദ പറയുകയാണ്, കയ്യിലൊക്കെ മണ്ണാകും കൊച്ചെ, കുളിച്ചതല്ലേ നീ? ഗംഗ പറയുകയാണ്, ഒന്ന് കഴുകിയാ പോരെ അമ്മേ, ഈ പൂച്ചെടികളുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു മനസമാധാനോ? ശാരദ ചോദിക്കുന്നു, നിനക്കെന്താ ഇത്ര മനസമാധാനക്കേട്? വിനീത് ഉറക്കം ഉണർന്നില്ലേ? എനിക്കറിയില്ലമ്മേന്ന് ഗംഗ പറയുമ്പോൾ അവിടേക്ക് വന്ന നില പറയുകയാണ്, എഴുന്നേറ്റല്ലോ, എന്നോട് ബ്രഷും ചോദിച്ചു. സോറി ഗംഗേച്ചി, ചോദിച്ചിട്ട് കുറച്ചു നേരമായി, ഞാൻ പറയാൻ മറന്നുപോയതാ. ബ്രഷ് ഇല്ലേ അവിടെയെന്ന് ശാരദ ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, ഉണ്ടല്ലോ, ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പേസ്റ്റും ഉണ്ട്. എന്നാൽ എടുത്തോണ്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ശാരദ പറയുമ്പോൾ ഗംഗ പറയുകയാണ്, നില, നീ പോയി എടുത്തു കൊടുക്ക്. അവിടുത്തെ അലമാരയില് എടുത്തു വെച്ചത്തെ 3ാമത്തെ കള്ളിയിലെ അതിലുണ്ട്. ഇത് കേട്ട് നില മൂളുമ്പോൾ പോകരുതെന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ശാരദ. അപ്പൊ നില പറയുന്നു, അല്ല, ഗംഗേച്ചി തന്നെ അങ്ങ് എടുത്തു കൊടുത്താൽ മതി. സംശയത്തോടു കൂടി ശാരദയൊന്ന് നോക്കിയിട്ട് ഗംഗ പറയുന്നു, എന്നാലേ അമ്മ എടുത്തു കൊടുക്ക്. ഇത് കേട്ട് ശാരദ പറയുകയാണ്, ആഹാ, അത് കൊള്ളാം, ഞാൻ എന്തിനാ എടുത്തു കൊടുക്കുന്നത്? നിന്റെ കെട്ടിയോനല്ലേ? ഇത് കേട്ട് ഗംഗ പറയുകയാണ്, എടി ആ വെള്ളം ഒന്ന് ഒഴിച്ചേ, കൈ വെടിയിട്ട് ഇവിടുത്തെ പണി മെനക്കെടുത്തിട്ട്. അപ്പൊ ശാരദ പറയുകയാണ്, ഇതാണ് വലിയ പണി, ഇത് ഞാൻ ചെയ്തോളാം, നീ അങ്ങോട്ട് ചെന്ന് ബ്രഷ് എടുത്ത് കൊടുക്കാൻ നോക്ക്. ഗംഗ അകത്തേക്ക് പോയതിനു ശേഷം ചിരിച്ചുകൊണ്ട് ശാരദ പറയുന്നു, മക്കള് വെള്ളം ഒഴിക്കും. നീളെ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് ചോദിക്കുന്നു, എന്തിനാമ്മേ പൂച്ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? മഴ പെയ്യുന്നില്ലേ? അപ്പൊ ശാരദ പറയുകയാണ്, ചിലതിന് മഴ മാത്രം പോരാതെ വരും മോളെ. പുതിയ മണ്ണിൽ വിശ്വാസമില്ലാതെ വാടി തളരാൻ തുടങ്ങുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേരൂന്നി വളർന്ന് ആ ചെടിയിൽ പൂക്കളൊക്കെ ആകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അങ്ങ് മറക്കും. തുടർന്ന് ഗംഗ ബ്രഷുമായി വാതിലിന്റെ അരികിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന വിനീത് പറയുന്നു, വാ മോളെ. ഗംഗ അരികിലേക്ക് വരികയാണ്. പുഞ്ചിരിച്ച് വിനീത് ചോദിക്കുന്നു, ഗംഗയോ? നീളയാണെന്ന് കരുതിയാ മോളെ എന്ന് വിളിച്ചത്? സോറി. പുഞ്ചിരിച്ച് ഗംഗ പറയുന്നു, പേസ്റ്റും ബ്രഷും. താങ്ക്സ് എന്ന് പറഞ്ഞ അത് വാങ്ങി പുഞ്ചിരിച്ച് ഗംഗയെ നോക്കുകയാണ് വിനീത്. അലമാരിയിൽ നിന്നും ഒരു ഷർട്ടും മുണ്ടും എടുത്തു കൊടുത്തുകൊണ്ട് ഗംഗ പറയുന്നു, ഷർട്ടും മുണ്ടും അച്ഛന്റെയാ, കറക്റ്റ് പാകമായിരിക്കും. വിനീത് സന്തോഷത്തോടു കൂടി അത് വാങ്ങി വെച്ച് നോക്കുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് വിനീതിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് റൂമിൽ നിന്നും പോവുകയാണ് ഗംഗ. വിനീത് പറയുന്നു, കറക്റ്റ് പാകമായിരിക്കും, നല്ല ബെസ്റ്റ് തയ്യക്കാരി. അതിനുശേഷം കാണിക്കുന്നത് കടയിലേക്ക് വന്ന നിവിൻ സലീമിനോടും ബേബിയോടും പറയുന്നു, വിനീതിന്റെ വീട് കൊണ്ട് കാവേരി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്തു പറ്റി കാവേരിന്ന്? നിവിൻ, ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് കാവേരി. പറഞ്ഞ പോരെ കാവേരി എന്ന് ഞാൻ. നേരത്തെ മുള്ളുവെള്ളി വളച്ച് ഹെൽപ്പ് ചെയ്തത് ഞാനാണല്ലോ. ഇത് കേട്ട് ബേബി പറയുകയാണ്, മോന കൈയൊന്ന് നീട്ടിയേ. നിവിന്റെ കയ്യിൽ നോക്കിക്കൊണ്ട് ബേബി പറയുകയാണ്, നല്ല പഞ്ഞി പോലത്തെ കൈ, ഇതുകൊണ്ട് മോൻ മുള്ളുവേലി വളച്ചത് തന്നെ. നിവിൻ ചോദിക്കുന്നു, മുള്ളുവേലി വളയ്ക്കാൻ എന്തിനാ തഴമ്പിന്റെ ആവശ്യം? അപ്പൊ ബേബി പറയുകയാണ്, ഒരാവശ്യമില്ല, മോൻ പറഞ്ഞു, ഞാൻ കേട്ടോളാം, എനിക്ക് വരെ പണിയൊന്നുമില്ലേ? മോനും ഇല്ല. ഇത് കേട്ട് നിവിൻ പറയുന്നു, അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ, ഞാൻ സലീമിക്കയോട് പറഞ്ഞോളാം, നിങ്ങൾ പോയിക്കോ. സലീമിക്ക, നമ്മളിപ്പം എവിടെയാ നിൽക്കുന്നത്? സലീം പറയുന്നു, തയ്യൽ കടയില്. അപ്പൊ നിവിൻ പറയുകയാണ്, അതല്ലെന്ന്, വിനീതിന്റെ വീടിന്റെ ഓടിന്റെ ചുവട്ടില്. ഇക്കായിക്ക് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഞാനേ വരച്ചു കാണിക്കാം. അങ്ങനെ സലീം ഡ്രസ്സിന്റെ അളവ് വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഡ്രസ്സിലേക്ക് വരയ്ക്കുകയാണ് നിവിൻ. ഇതാണ് വിനീതിന്റെ വീട്, ഇവിടെ ഞങ്ങൾ നിൽക്കുന്നു, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ എത്തണം, അതാണ് പ്രോബ്ലം. അങ്ങനെ നിവിൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഈ സമയം തയ്യൽ കടയിലേക്ക് വരികയാണ് വിനീത്. പുറത്തിരിക്കുന്ന ബൈക്ക് കണ്ട് വിനീത് ചുറ്റും നോക്കുമ്പോൾ അവിടേക്ക് വന്ന ബേബി പറയുന്നു, നോക്കണ്ട, നിന്റെ ബൈക്ക് തന്നെയാ. സുജാത ചേച്ചി രാവിലെ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടതാ. നിന്റെ ഡ്രസ്സൊക്കെ ഓരോരോ ബാഗിലാക്കി തൂത്ത് വർക്കി കൊടുത്തയച്ചിട്ടുണ്ട്. നിന്റേതായിട്ടൊരു മൊട്ടുസൂചി പോലും അവിടെ വേണ്ടെന്ന്. വിനീത് ചോദിക്കുന്നു, അവിടെയുള്ളത് എന്റെ അമ്മ തന്നെയല്ലേ ബേബി ചേട്ടാ, അത് നിഷേധിക്കാൻ പറ്റുമോ? ബേബി പറയുന്നു, കളയടാ, പ്രേമവിവാഹം ആകുമ്പോൾ ഇതൊക്കെ സാധാരണയാടാ, പയ്യെ പയ്യെ എല്ലാം ശരിയായിക്കോളും. അന്ന് ചിലപ്പോൾ സുജാത ചേച്ചിയും ഗംഗയും ഒറ്റക്കെട്ടായിട്ട് നിന്നെ പുറത്താക്കിയെന്നിരിക്കും. അങ്ങനെ യാതൊരു ലോജിക്കും ഇല്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ജീവിതം. പ്രായമായെങ്കിലും നിന്റെ അമ്മയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള പക്വതയായിട്ടില്ലെന്ന് നീ മനസ്സിലാക്കിയാൽ മതി. ഇത് ഇങ്ങോട്ട് വന്നേ, നല്ലൊരു ദിവസമായിട്ട്
കേട്ട് മനസ്സ് വിഷമിപ്പിക്കാതെ വാടാ. തുടർന്ന് നിവിൻ സലീമിനോട് പറയുന്നു, അങ്ങനെ അവസാനം ഞങ്ങൾ വിനീതിന്റെ റൂമിലെത്തി. ഇക്കയ്ക്കിപ്പം എന്ത് തോന്നുന്നു? സലീം പറയുകയാണ്, വളരെ ദുഃഖം തോന്നുന്നു. നല്ല ഒന്നാം തരം റൂട്ട് മാപ്പ് തന്നെ. കൊലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രശാന്ത് തയ്ക്കാൻ തന്ന ഷർട്ടിന്റെ തുണിയാണിത്. ഇന്ന് രാവിലെ കൊടുക്കാമെന്ന് ലാസ്റ്റ് പറഞ്ഞതാ. ഞാൻ പാഠമാകുമെന്ന് ആലോചിക്കുക. പുഞ്ചിരിച്ച് വിനീത് അവിടേക്ക് വരുമ്പോൾ സലീം ചോദിക്കുന്നു, പുതുമണവാളം വന്നോ? കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് പോരേണ്ട വല്ല കാര്യമുണ്ടോ വിനീതെ? കട നോക്കാൻ ഞാൻ ഇവിടെ ഇല്ലേ? നിവിൻ ചോദിക്കുന്നു, എന്തോന്ന് വേഷ ബ്രോ ഇത്? അപ്പൊ വിനീത് പറയുകയാണ്, ഇത് അരവിന്ദനമ്മാവന്റെയാ. ഞാൻ മാറാനൊന്നും എടുത്തില്ലായിരുന്നു. ഇത് കേട്ട് നിവിൻ പറയുകയാണ്, നന്നായി, നീ അധിക നേരം ആ വീട്ടിലിരിക്കാത്തത്. അപ്പൊ ബേബി പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ കെട്ടിയോളുടെ അടുത്ത് ദിവസം മുഴുവൻ കുത്തിയിരുന്നിട്ട് എന്തിനാ? ഉള്ള വില പോകും. അപ്പൊ സലീം പറയുകയാണ്, എടാ വിനീതെ, നീ ഇങ്ങേരുടെ വാക്ക് കേട്ട് കുടുംബം കുളം തോണ്ടല്ലേ. പെണ്ണും പിടക്കോഴിയില്ലാത്ത ഇങ്ങേർക്ക് അങ്ങനെയൊക്കെ പറയാം. സ്നേഹം തോന്നിയാൽ ദുരഭിമാനം വെച്ചോണ്ടിരിക്കാതെ അതങ്ങ് പ്രകടിപ്പിക്കണം. ഞാനാണെങ്കിലേ കല്യാണം കഴിഞ്ഞ് 1 മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ബേബി പറയുന്നു, 1 മാസം കഴിഞ്ഞെന്റെ പിറ്റേന്ന് തന്നെ പെണ്ണുമ്പിള്ള വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കിയതാ. വല്ല പണിക്കുമ്പോ മനുഷ്യ അടുപ്പിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറഞ്ഞോണ്ട് ഇപ്പോഴേ കട അടച്ചാലും വീട്ടിൽ പോകില്ല. ഇവിടുത്തെ ഷട്ടറിന്റെ ചോട്ടിലാണ് ചുരുണ്ട് കൂടുന്നത്. ഇത് കേട്ട് സലീം പറയുന്നു, ഇയാൾ ഇങ്ങനെയൊക്കെ പറയും, നീ അത് കാര്യമാക്കണ്ട മോനെ. ആഘോഷിക്കേണ്ട സമയത്ത് ആഘോഷിക്കണം. ബേബി ചോദിക്കുന്നു, അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചവര് മാത്രം ആഘോഷിച്ചാ മതിയോ? ഞങ്ങള് ബാച്ചിലേഴ്സിനും വേണ്ട ആഘോഷം. അതെന്ത് ആഘോഷം എന്ന് സലീം ചോദിക്കുമ്പോൾ ബേബി പറയുകയാണ്, ബാച്ചിലേഴ്സ് പാർട്ടി. സലീം പറയുന്നു, അത് ന്യായം. നിങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ഇവർക്കൊരു ചിലവ് കൊടുക്കേണ്ടതാണ്. അതിന്റെ സൈഡിൽ കൂടെ ഞാനും അങ്ങ് നിന്നോളാം. നിവിൻ പറയുകയാണ്, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാ ബ്രോ? പലപ്പോഴും ഒക്കെ ആകാം. ഇത് കേട്ട് വിനീത് പറയുകയാണ്, ശരി, ഇന്ന് വൈകിട്ട് നമുക്ക് പൊളിച്ചേക്കാം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് ഗംഗ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന് ദോശ കഴിക്കുകയാണ് കാവേരി. അടുക്കളയിൽ ജോലികൾ ചെയ്യുന്ന ശാരദ ഇടയ്ക്കിടയ്ക്ക് ഗംഗയെ നോക്കുന്നുണ്ട്. കാവേരി അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിക്കെന്ന് പറഞ്ഞ് കാവേരിയുടെ പ്ലേറ്റിലേക്ക് ദോശ വെച്ച് കൊടുക്കുകയാണ് ഗംഗ. അപ്പൊ കാവേരി പറയുകയാണ്, 4 ഞാൻ ഓൾറെഡി കഴിച്ചു. ഞാൻ ഡയറ്റിലാണെന്ന് അറിയാലോ ഗംഗേച്ചിക്ക്. കഴിക്കടീന്ന് ഗംഗ പറയുമ്പോൾ കാവേരി പറയുകയാണ്, ഗംഗേച്ചി സാമ്പാർ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മോളെ എങ്ങനെയുണ്ടടീന്ന് ശാരദ ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, ഞാൻ കഴിച്ചില്ലമ്മേ. അപ്പോൾ ശാരദ പറയുകയാണ്, ഞാൻ അതല്ല ചോദിച്ചത്, ഞാൻ നിനക്ക് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. കാവേരി ചോദിക്കുന്നു, സാമ്പാറിന്റെ കാര്യം പോലെയാണോ അമ്മേ ഗംഗേച്ചിയുടെ കാര്യം ചോദിക്കുന്നത്? കയ്യിലിരിക്കുന്ന കത്തി കാണിച്ചുകൊണ്ട് ശാരദ പറയുകയാണ്, കുത്തും ഞാൻ. കാവേരി ചോദിക്കുന്നു, എന്താ ഇത്? മുഖത്തിന്റെ നേരെ കത്തി ചൂണ്ടുന്നു. അച്ഛന്റെ ഫോട്ടോ എടുത്ത് എന്റെ ഫോട്ടോയും കൂടി വെക്കാനുള്ള പ്ലാൻ ആണല്ലേ? താഴെ വെക്ക്. ശാരദ കണ്ണു കാണിക്കുമ്പോൾ കാവേരി പറയുന്നു, ഓ അങ്ങനെ. മോളെ ഞാൻ നിന്നോടാ ചോദിച്ചെന്ന് ശാരദ പറയുമ്പോൾ ഗംഗ പറയുകയാണ്, അമ്മ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ശാരദ ചോദിക്കുന്നു, നിനക്ക് സുഖമാണോ എന്ന്? അപ്പോൾ ഗംഗ പറയുന്നു, അതെന്ത് ചോദ്യം അമ്മേ? അപ്പോൾ കാവേരി പറയുന്നു, യുവർ ഓണർ, ആ ചോദ്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. 1 വർഷമായി വിദേശത്തായിരുന്ന ആളെ കാണുമ്പോൾ ചോദിക്കുന്നത് പോലെ ഇന്നലെ രാത്രി കൂടി ഇവിടെ ഉണ്ടായിരുന്ന ഗംഗേച്ചിയോട് ചോദിക്കുന്നതിൽ എന്താണ് ഔചിത്യം? ശാരദ കത്തി കാണിക്കുമ്പോൾ കാവേരി പറയണേ, ഇല്ലില്ല, യു മേ കണ്ടിന്യൂ. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? യു മേ പ്ലീസ് കണ്ടിന്യൂ. അങ്ങനെ കാവേരി ദോശയും കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഗംഗയുടെ അരികിലേക്ക് വന്ന് ശാരദ ചോദിക്കുന്നു, മോളെ അമ്മ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് ഗംഗ പറയുമ്പോൾ ശാരദ പറയുകയാണ്, മോളെ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഗംഗ ചോദിക്കുന്നു, അമ്മയ്ക്ക് ദോശ ചുടട്ടെ? അപ്പോൾ ശാരദ പറയുന്നു, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണോ മോളെ ദോശ ചുടുന്ന കാര്യം പറയുന്നത്? അപ്പൊ ഗംഗ പറയുന്നു, ഞാൻ അമ്മയെ കളിയാക്കിയതല്ല, സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചത്. ബാക്കിയുള്ളവർക്ക് ദോശ ചുട്ടു കഴിഞ്ഞു, ഇനി അമ്മയ്ക്കുള്ളത് കൂടി വേണോന്ന് അറിഞ്ഞിട്ട് വേണം ഈ പാൻ താഴെ വെക്കാനും സ്റ്റൗ ഓഫ് ആക്കാനും. ഇത് കേട്ട് വിഷമത്തോടുകൂടി ശാരദ അകത്തേക്ക് പോകുമ്പോൾ ഗംഗ ശാരദയെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് തോട്ടത്തിൽ നിന്നും കാറിന്റെ അരികിലേക്ക് വരുന്ന ജയപാലിനോടും വിശാലിനോടും ജോർജിൻ പറയുന്നു, ഭൂമി പൂജയ്ക്ക് ഉത്തമമാ ഇടവ മാസം. ഇത് കഴിഞ്ഞ പിന്നെ മിഥുനം, കർക്കിടകം, പിന്നെ 2 മാസം കഴിഞ്ഞാൽ ചിങ്ങത്തിലെ മുഹൂർത്തമുള്ളൂ. ഇത് കേട്ട് ജയപാലൻ പറയുകയാണ്, എന്നാ പിന്നെ ഈ മാസം തന്നെ ആ മുഹൂർത്തം അങ്ങ് നടത്തിയേക്കാൻ തിരുമേനി. അപ്പൊ തിരുമേനി പറയുകയാണ്, അല്ല അത് പിന്നെ. അപ്പൊ ജയപാലൻ പറയുന്നു, ഈ 25-ന് തന്നെ നടത്തിയേക്കാൻ തിരുമേനി. തിങ്കളാഴ്ച ഇതേ നക്ഷത്രം. എന്താ കൊള്ളില്ലേ? തിരുമേനി പറയുകയാണ്, കൊള്ളാലോ, ഉത്തമമായ ദിവസം അന്ന് തന്നെ ആകാം. ജയപാലന് ജോർസി അറിയുമോ? പുഞ്ചിരിച്ച ജയപാലൻ പറയുന്നു, എല്ലാം കുറേശ്ശെ അറിയാൻ തിരുമേനി, ജീവിക്കണ്ടേ? തിരുമേനി പറയുകയാണ്, എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു കർമ്മിയുടെ ആവശ്യം ജയപാലിനില്ല. പൂജയും ജയപാലിന് തന്നെ അങ്ങ് നടത്താം. ജയപാലൻ പറയുകയാണ്, അതൊക്കെ ആവാം, പക്ഷെ എല്ലാത്തിനും മുന്നിൽ നിർത്താൻ ഒരാളുള്ളത് നല്ലതല്ലേ? ഇത് കേട്ട് തിരുമേനി പറയുകയാണ്, നന്നായി, പാവപ്പെട്ട കർമ്മികൾക്കും ജീവിക്കണ്ടേ? അല്ല മോൻ എന്ത് ചെയ്യുന്നു? ജയപാലിനെ പോലെ തന്നെ കേമനാകും. അപ്പൊ ജയപാലൻ പറയുകയാണ്, അവൻ പഠിക്കുന്നതേ ഉള്ളെന്നേ, എന്റെ കളരിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അവൻ ഇതുവരെ. തിരുമേനി പറയുന്നു, ജീവിതം പഠിക്കലാണല്ലോ പ്രധാനം, അത് സ്കൂളിനും കോളേജിനും പുറത്തല്ലേ? നന്നായി വരുമെന്ന് മുഖലക്ഷണം പറയുന്നു. ജയപാലൻ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. തിരുമേനി പറയുന്നു, അപ്പൊ തിങ്കളാഴ്ച കാണാം ജയപാല. ശരി ശരി മോനെ എന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് പോകുന്നു. വിശാൽ പറയുകയാണ്, അച്ഛൻ ഇങ്ങനെ തോട്ടം വാങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ഛാ. ജയപാലൻ ചോദിക്കുന്നു, എടാ അതിന് എനിക്ക് എവിടെയൊക്കെ ഭൂമിയുണ്ടെന്ന് നിനക്കറിയാമോ? മുഴുവൻ കണ്ടു തീർക്കണമെങ്കിലേ കാർ എടുത്ത് പോകേണ്ടി വരും, എന്നാലും വൈകുന്നേരം ആകും. എടാ മക്കളെ, നിന്നെ കുറ്റപ്പെടുത്തിയതല്ലടാ. എടാ നമുക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ലാന്നേ നീ അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. വിശാൽ പറയണ, അച്ഛനെല്ലാം നന്നായി നോക്കി നടത്തുന്നുണ്ടല്ലോ, പിന്നെന്താ? ഇത് കേട്ട് ജയപാലൻ പറയുകയാണ്,
എടാ അച്ഛനെല്ലാം നോക്കി നടത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ നേടാൻ വിഷമമുള്ള ചില കാര്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോഴേ ഒരു ചൊടിപ്പ് തോന്നും മനസ്സിനെ. ഇനി എന്തെന്നൊരു ചോദ്യം ഉണ്ടാകും. എടാ മക്കളെ, അപ്പോഴാ ഒരു പിൻഗാമി അന്വേഷിക്കുന്നത്. നമ്മളൊക്കെ ഓരോ പരമ്പരയുടെ ഭാഗമാ. വലിയ വലിയ കഥകളുള്ള ഒരു പരമ്പരയുടെ ഭാഗം. അതൊക്കെ നീ അറിഞ്ഞിരിക്കണോടാ. ഈ തോട്ടത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. അതുകൊണ്ടാ നീ ഇവിടെ വരണമെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചത്. എന്താ അച്ഛന്ന് വിശാൽ ചോദിക്കുമ്പോൾ ജയബാലൻ പറയുകയാണ്, എല്ലാ അച്ഛൻ വിശദമായി പിന്നീട് ഒരിക്കൽ പറഞ്ഞുതരാം. വിശാൽ ചോദിക്കുന്നു, അരവിന്ദനങ്ങളുടെ കുടുംബമാണോ അച്ഛന്റെ പ്രശ്നം? ഗംഗയുടെ കല്യാണ ദിവസം അച്ഛനെ അവന്മാര് അമ്പലത്തിൽ വെച്ച് അപമാനിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഇത് കേട്ട് ജയബാലൻ പറയുന്നു, എടാ ശത്രുക്കളെ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാകും. അതിപ്പോ നമ്മള് വെറുതെ വീട്ടിലിരുന്നാലും ഉണ്ടായെന്ന് വരും. ഇതിപ്പോ അച്ഛനായിട്ടൊരു യുദ്ധം തുടങ്ങി വെക്കാൻ പോകുക. എല്ലാം കണ്ടും കേട്ടും നീ കൂടെ ഉണ്ടാകണം. ആയുധം എടുക്കാനൊന്നുമല്ല, ശത്രു ആരെന്നും മിത്രമാരെന്നും മനസ്സിൽ പോരിടാൻ വേണ്ടി മാത്രം. അതിനുശേഷം കാണിക്കുന്നത് രാത്രി വിഷമത്തോടു കൂടി പുറത്തിരിക്കുന്ന സുജാതയെ ഓർക്കുകയാണ്. വിനീതുമായുള്ള നല്ല നിമിഷങ്ങൾ. സുജാത വിനീതിനോടൊരിക്കൽ പറഞ്ഞു, ഇത് ഞാനും എന്റെ ഭർത്താവും കൂടി സമ്പാദിച്ച വീടും സ്ഥലവുമാ. ഇവിടെ എന്റെ തലയ്ക്ക് മീതെ പറക്കുന്ന ഒരുത്തനും വേണ്ട. പിന്നീട് വിനീത് പറഞ്ഞു, അമ്മേ ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ ഗംഗയുടെ കല്യാണം മൂന്നാമത്തെ വട്ടവും മുടങ്ങിപ്പോകും അമ്മേ. അവളുടെ ജീവിതം നശിച്ചു പോകും അമ്മേ. ഈ സമയം സുജാതയുടെ അരികിലേക്ക് വന്ന ഗീത പറയുന്നു, പൊന്നൂനെ കൊണ്ട് ദാസേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. കുറച്ചുനാളായില്ലേ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അവളെ കാണാഞ്ഞിട്ട് മനസ്സിനൊരു വിഷമം. ഇത് കേട്ട് സുജാത പറയുന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ പിരിയുമ്പോഴങ്ങനെയാ, ചിലപ്പോ ഉറക്കം പോലും വരില്ല. സുജാതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗീത പറയുകയാണ്, അതുകൊണ്ടല്ലേ അമ്മേ ഞാൻ അമ്മയെ പിരിയാതെ എപ്പോഴും അമ്മയുടെ കൺവട്ടത്ത് തന്നെ നിൽക്കുന്നത്. അങ്ങനെ ഗീത സുജാതയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ്. സ്വർണ്ണമ്മയ്ക്ക് നമ്മുടെ ഈ സ്നേഹം കണ്ടിട്ട് കുറച്ച് അസൂയൊക്കെ ഉണ്ട് കേട്ടോ. നിനക്ക് അങ്ങോട്ടാ കൂറെന്നും നീ എപ്പോഴും അവിടെ അല്ലേന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്തു തരും. ചിരിച്ചോണ്ട് പറിച്ചില്ലെങ്കിലും അതിലൊക്കെ ഒരു മുള്ളുണ്ട്. സ്വർണ്ണമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് വെച്ചോ. മരുമക്കളിൽ എന്നോടാ സ്നേഹ കൂടുതൽ. ഞാൻ എപ്പോഴും അടുത്ത് വേണമെന്ന് സ്വർണ്ണമ്മയ്ക്ക്. എന്നാലും മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഒരു പ്രത്യേക കഴിവാ. അതിനനുസരിച്ച് എന്ത് വേണമെങ്കിലും വിട്ടുവീഴ്ച ചെയ്യും. വിനീത് അമ്മയെ പുറംകാലം കൊണ്ട് തൊഴിച്ചിട്ട് പോയെന്നറിഞ്ഞപ്പോൾ സ്വർണ്ണമ്മ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ഒരു രാത്രി പോലും നീ നിന്റെ അമ്മയെ തനിച്ചാക്കരുതെന്ന്. ആ പാവം ഒരുപാട് അനുഭവിച്ചതാ. എടുത്തടിച്ചതുപോലെ വർത്തമാനം പറയാവുന്നേ ഉള്ളൂ, ഉള്ളിലൊന്നും ഇല്ലാന്നേ. അതുകൊണ്ടാ പൊന്നൂനെ ഇവിടെ സ്കൂളിൽ ചേർക്കാമെന്ന് തീരുമാനമായത്. ഞങ്ങൾ രണ്ടാളും സ്ഥിരം ഇവിടെയാണെങ്കിൽ പിന്നെ ദാസേട്ടൻ അവിടെ നിന്നിട്ട് എന്തിനാ അമ്മേ? സൂപ്പർ മാർക്കറ്റ് നോക്കാനൊക്കെ അനിയന്മാരുണ്ടല്ലോ ദാസേട്ടന്. നീ പൊയ്ക്കോന്ന് സ്വർണ്ണമ്മ പറഞ്ഞിട്ടും എന്നാലും ദാസേട്ടൻ ഒരു മനസാക്ഷി കുത്ത്. കുടുംബത്തിലെ വലിയേട്ടൻ ദാസേട്ടനല്ലേ അമ്മേ? എന്നും ദാസേട്ടൻ ജോലിയെടുത്താ ആ കുടുംബം നോക്കിയിരുന്നത്. ഇവിടെ വന്ന് വെറുതെ കുത്തിയിരിക്കാൻ ഒരു മനപ്രയാസം. ദാസേട്ടൻ എന്റെ അടുത്ത് അങ്ങനെ ഒരു വിഷമം പറഞ്ഞപ്പോൾ ദാസേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഇവിടെ അമ്മയ്ക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ലേന്ന് ഞാൻ ചോദിച്ചു. ഇത് കേട്ട് സുജാത ദേഷ്യത്തോടുകൂടി ഗീതയെ നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. വിവാഹം കഴിഞ്ഞതിന്റെ പാർട്ടി നടത്തുകയാണ് വിനീത്. രാത്രി വിനീതും നിവിനും ബേബിയും സലീമും കൂടി മദ്യപിക്കുന്നു. ഡാൻസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വിനീത് ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. മദ്യപിച്ച് ലെക്ക് കെട്ട വിനീതിനെ താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് നിവിനും സലീമും ബേബിയും. ഈ സമയം മാവഴി വന്ന ഗീതയുടെ ഭർത്താവ് ദാസനും പൊന്നു ഇത് കാണുന്നു. ദാസനും പൊന്നുവും വിനീതിന്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുന്നുവെങ്കിലും വിനീത് ലെക്ക് കെട്ട് എന്തൊക്കെയോ പറയുകയാണ്. തുടർന്ന് അവർ സുജാതയുടെ വീട്ടിലേക്ക് വരുന്നു. സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കുകയാണ് ഗീതയും സുജാതയും. ദാസൻ പറയുന്നു, വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ വിനീതിനെ കണ്ടായിരുന്നു. അടിച്ചു നല്ല ഫിറ്റായിട്ട് നിൽക്കുക അളിയൻ. ഇത് കേട്ടിഞ്ഞിട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുജാത. സുജാത പതിയെ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തല കറങ്ങുകയും വീഴാനായി തുടങ്ങിയ സുജാത കഥകിലേക്ക് പിടിക്കുകയുമാണ്. ഇത് കണ്ട് ടെൻഷനോടുകൂടി അമ്മയെന്ന് വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ് ഗീത. തുടർന്ന് രാത്രി ഒരുപാടായിട്ടും വിനീതിനെ കാണാത്തതിന്റെ ടെൻഷനിലാണ് ശാരദ. നിളയുടെയും യമുനയുടെയും ഒപ്പം ബെഡ്റൂമിലിരുന്ന് സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ് ഗംഗ. അരികിലേക്ക് വന്ന ശാരദ പറയുന്നു, നീ ഇന്നലെ വരെയുള്ള ഗംഗയല്ല. അനിയത്തിമാരുടെ കൂടെ കൊഞ്ചാനും തമാശ പറയാനും പോകുന്നതിന് പകരം ഭർത്താവിന്റെ കാര്യങ്ങൾ കൂടി നോക്കണം. ഈ സമയം കാവേരി അവിടേക്ക് വരികയും വിനീതേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ, ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കാവേരി ഗംഗയും കൂട്ടി അവിടെ ഒന്ന് പോവുകയാണ്. ഗംഗയും കാവേരിയും സ്കൂട്ടറിൽ വഴിയിലെല്ലാം വിനീതിനെ അന്വേഷിക്കുകയാണ്. ഈ സമയം നിവിന്റെ ഒപ്പം ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വിനീത്. ഗംഗയുടെ സ്കൂട്ടറും നിവിന്റെ സ്കൂട്ടറും കൂടി ഇടിക്കാനായി തുടങ്ങുകയും അവർ വണ്ടി നിർത്തുകയുമാണ്. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയ ദേഷ്യത്തോടുകൂടി കാവേരി ചോദിക്കുന്നു, എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നിവിന്റെ ബൈക്കിൽ നിന്നും ഇറങ്ങിയ വിനീത് മുണ്ടൊക്കെ മടക്കി കുത്തി കാവേരിയോട് സംസാരിക്കുകയാണ്. സ്കൂട്ടറിലിരിക്കുന്ന ഗംഗ വിനീതിനെ കണ്ടു ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്